പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് മാസം ലക്ഷങ്ങൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കോടികളുടെ ബിസിനസ് ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ വിലയില്ലാത്തതെന്ന് കരുതുന്ന ഈ കുപ്പികൾ ഉപയോഗിച്ച് ഉയർന്ന ഡിമാൻഡുള്ള ഒരു കിടിലൻ സംരംഭം കേരളത്തിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നത്തെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റുന്ന ഈ ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് പെറ്റ് ഫ്ലേക്സ്? എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ്? നമ്മുടെ കയ്യിലിരിക്കുന്ന വെള്ളക്കുപ്പികൾ നിർമ്മിച്ചിരിക്കുന്ന പെറ്റ് എന്ന പദാർത്ഥം പൊടിച്ച് ചെറിയ തരികളാക്കുന്നതിനെയാണ് പെറ്റ് ഫ്ലേക്കുകൾ എന്ന് പറയുന്നത്. ഈ ഫ്ലേക്കുകൾക്ക് രാജ്യത്തിനകത്തും പുറത്തും വലിയ ഡിമാൻഡ്. പോളിസ്റ്റർ തുണിത്തരങ്ങൾ, ഫൈബറുകൾ, പാക്കിംഗ് വസ്തുക്കൾ തുടങ്ങി പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം ഏറി വരുന്നതും റീസൈക്ലിംഗ് ചെയ്ത മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന സർക്കാർ നിയമങ്ങളും അതായത് EPR ഈ ബിസിനസിന്റെ സാധ്യതകൾ വർദ്ധിക്കും. അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ആക്രിക്കടകൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ യൂണിറ്റുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കും. നിങ്ങളുടെ സ്ഥലം അനുസരിച്ച് കിലോയ്ക്ക് ഏകദേശം 25 മുതൽ 45 രൂപ വരെ വില നൽകേണ്ടി വരും. ഇനി നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്നോ? ഗുണമേന്മയുള്ള ഫ്ലേക്കുകൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തത് സോർട്ടിംഗ്. ശേഖരിച്ച കുപ്പികൾ നിറമനുസരിച്ച് തരംതിരിച്ച് ലേബലും അടപ്പും നീക്കം ചെയ്യുന്നു. രണ്ടാമത്തത് ക്രഷിംഗ്. ഇവയെ ഒരു ക്രഷർ മെഷീൻ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അതായത് ഫ്ലേക്സുകളാക്കി മാറ്റും. മൂന്നാമത്തേത് ഹോട്ട് വാഷ്. രാസവസ്തുക്കൾ ചേർത്ത ചൂടുവെള്ളത്തിൽ കഴുകി അഴുക്കും പശയും പൂർണ്ണമായി കളയുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തത് ഡ്രൈയിങ് ആൻഡ് പാക്ക്. വൃത്തിയാക്കിയ ഫ്ലേക്കുകളിലെ ജലാംശം പൂർണ്ണമായി ഒഴിവാക്കി ഉണക്കിയെടുത്ത് ചാക്കുകളിൽ നിറച്ച് വിപണിയിലേക്ക് അയക്കും. ഇനി ഇതിന്റെ മുതൽ മുടക്കും വരുമാനവും എങ്ങനെയെന്നോ? ഒരു സാധാരണ യൂണിറ്റ് തുടങ്ങാൻ സ്റ്റാർട്ടിംഗിൽ മേലെ പറഞ്ഞ 4 സെക്ഷനും ചെയ്യണമെന്ന് നമ്മൾ ശേഖരിക്കുന്ന കുപ്പികൾ തരംതിരിക്കാതെ നമുക്ക് ഒറ്റ ക്രഷർ മെഷീൻ യൂണിറ്റ് ഉപയോഗിച്ച് ഫ്ലേക്സുകളാക്കി നമുക്ക് ഇത് മാർക്കറ്റിൽ എടുക്കുന്ന അങ്ങനെയുള്ള ഫ്ലേക്സുകൾ എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് വിൽക്കാവുന്നതാണ്. തുടക്കക്കാർക്ക് കുറഞ്ഞ ബഡ്ജറ്റുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായത് ഈ ഒരു ബിസിനസ് രീതി. സ്റ്റാർട്ടിംഗിൽ ഒരു ചെറിയ ക്രഷർ യൂണിറ്റ് വാങ്ങുന്നതിന് 4 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുള്ളൂ. അത് നമുക്കൊരു ചെറിയ ഒരു 150 തൊട്ട് 300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഗാരേജിൽ വെച്ച് വരെ ഈ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ എല്ലാ സെക്ഷൻസും ആഡ് ചെയ്ത് വളരെ വലിയ രീതിയിൽ വിപുലീകരിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ആശയം കൂടിയാണിത്. രണ്ടാമത് ഹോട്ട് വാഷിംഗ് ആഡ് ചെയ്യുക എന്നത്. മൂന്നാമത്തെ ഇത് ഡ്രൈയിങ് ആൻഡ് പാക്കിംഗ്. 4 സെക്ഷനും ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്ലാന്റിന്റെ ഫാക്ടറിയുടെ വലിപ്പത്തിനനുസരിച്ച് 40 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ വരുന്നതാണ്. സംസ്കരണത്തിന് ശേഷം ഗുണമേന്മയുള്ള ക്ലിയർ ഫ്ലേക്കുകൾക്ക് വിപണിയിൽ കിലോക്ക് 70 രൂപ മുതൽ 110 രൂപയ്ക്ക് മുകളിൽ വരെ വില ലഭിക്കാം. ഉയർന്ന അളവിൽ സ്ഥിരമായി ഉൽപ്പാദനം നടത്തിയാൽ ലക്ഷങ്ങൾ ലാഭം എന്ന നിലയിലേക്ക് എത്താൻ കഴിയും. ആവശ്യമായ ലൈസൻസുകൾ. നിയമപരമായി പ്രവർത്തിക്കാൻ തദ്ദേശ സ്ഥാപനത്തിന്റെ ലൈസൻസ്, ഉദ്യമ രജിസ്ട്രേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോസസർ എന്ന നിലയിലുള്ള EPR രജിസ്ട്രേഷൻ എന്നിവ അത്യാവശ്യമാണ്. കൃത്യമായ ആസൂത്രണവും ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഉണ്ടെങ്കിൽ വിജയിപ്പിക്കാവുന്ന ഒരു സംരംഭമാണിത്. ഇത് വെറും ഒരു പണമുണ്ടാക്കാനുള്ള വഴിയല്ല, നമ്മുടെ നാടിനെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവസരം കൂടിയാണ്. ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പുതിയ ബിസിനസ് ആശയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റും ഷെയറും ചെയ്യുക.